രാജ്യത്തിന്റെ മനസാക്ഷിക്ക് നേരിട്ട മുറിവിന് ചോരയ്ക്ക് ആത്മാഭിമാനമുള്ള ഒരു രാഷ്ട്രം ചോര കൊണ്ടെങ്ങനെ പകരം വീട്ടി എന്ന് വിശദീകരിക്കുകയായിരുന്നു സൈനിക നേതൃത്വം. ആധികാരികമാണ്, സമഗ്രമാണ്, കൃത്യമാണ്. മുറിത്കയിലും ബഹാവൽപൂരിലും അടക്കം പ്രിസിഷൻ ആയുധങ്ങളിൽ തെമ്മാടി രാഷ്ട്രം വിറച്ചു. ഭ്രാന്ത് പിടിച്ച അസീം മുനീറും സംഘവും ആകാശത്ത് കാട്ടിക്കൂട്ടി പേക്കൂത്തുകൾക്ക് നൽകിയ ഉഗ്രമായ മറുപടികൾ ആ രാഷ്ട്രം അപഹാസ്യമാവണ്ണം മുട്ടുകുത്തി. പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ പ്രധാന വ്യോമകേന്ദ്രങ്ങൾ, സർഗോദ എയർഫീൽഡ്, ഇസ്ലാമാബാദ് അടക്കം റഡാർ കേന്ദ്രങ്ങളടക്കം തകർത്തു തരിപ്പണമാക്കി. പഹൽഗാമിലെ മുറിവിന് മറുപടി നൽകിയ സൈന്യത്തിന് രാജ്യത്തിന്റെ സൈനിക ശക്തി, ആകാശത്തിന്റെ സമഗ്രമായ ആധിപത്യം ലോകത്തെ ബോധ്യപ്പെടുത്തിയ സൈന്യത്തോട് രാജ്യം കടപ്പെട്ടവരാണ്. അപ്പോഴും വെടിനിർത്തലിലേക്ക് എത്തുമ്പോൾ എന്തായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് പങ്ക്? എന്തിനായിരുന്നു ട്രംപിന്റെ മധ്യസ്ഥത? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ പ്രശ്നങ്ങൾക്ക് ശേഷമുണ്ടായ സംഘർഷത്തിനൊടുവിൽ പ്രഖ്യാപിക്കുന്ന ഒരു സീസ് ഫയർ ആ രാജ്യങ്ങളിലെ നേതാക്കൾ പ്രഖ്യാപിക്കുന്നതിന് പകരം എന്തിനാണ് മൂന്നാമതൊരു രാഷ്ട്രത്തലവൻ പ്രഖ്യാപിക്കുന്നത്? പഹൽഗാമിൽ കടന്നുകയറി 26 നിരപരാധി മനുഷ്യരെ കൊന്നൊടുക്കിയ ആ നീചന്മാർ, ചെകുത്താന്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ എവിടെയാണ്? അവരെ പിടികൂടാനായോ? കൊന്നുകളയാനായോ? അതോ ചോരക്കളി പൂർത്തിയാക്കിയ പിശാചുക്കൾ രക്ഷപ്പെട്ടോ? വെടിനിർത്തലിന് പിന്നാലെ ഉയരുന്നുണ്ട് ചോദ്യങ്ങൾ. അതിനും വേണം മറുപടി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ലഫ്റ്റനന്റ് ജനറൽ ശരത്ചന്ദ്, ഡോക്ടർ പ്രഭാകരൻ പാലേരി, സന്ദീപ് വാര്യർ, അഡ്വക്കേറ്റ് VP ശ്രീനാഥൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ ശരത്ചന്ദിലേക്ക് പോകുന്നു. ശ്രീ ശരത്ചന്ദ്, ഇവിടെ വെടിനിർത്തലിനോട് മനസ്സുകൊണ്ട് തൃപ്തിപ്പെടാത്ത കുറേയധികം മനുഷ്യർ രാജ്യത്തുണ്ട്. ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ എക്സ് പോസ്റ്റ് ലോക്ക് ചെയ്ത് വെക്കേണ്ടി വരുന്നു. അതിഭീകരമായ സൈബർ ആക്രമണം അദ്ദേഹം നേരിടേണ്ടി വരുന്നു. അദ്ദേഹത്തിൻ്റെ മകളെ അടക്കം ഗദ്ദാർ, അങ്ങനെയൊക്കെയുള്ള ദേശദ്രോഹി എന്നൊക്കെ വിളികൾ അദ്ദേഹം കേൾക്കുന്നുണ്ട്. ഈ വെടിനിർത്തലിലുള്ള അതൃപ്തിയാണ്. ആ വെടിനിർത്തൽ അവിടെ നിൽക്കട്ടെ, അതിൽ ട്രംപ് ഇടപെട്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ, അങ്ങനെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്ന് അവിടെ നിൽക്കട്ടെ. പക്ഷേ ശരത്ചന്ദ്, ഇവിടെ ഒരു വെടിനിർത്തൽ ഉണ്ടായിട്ടില്ലെങ്കിൽ, ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോവാതിരിക്കാനും മാത്രം 76 മണിക്കൂറുകളിൽ നമ്മുടെ സൈന്യം പാകിസ്ഥാൻ സൈന്യത്തിന് മേൽ നേടിയ അങ്ങേയറ്റത്തെ അപ്രമാദിത്യം ഈ വാർത്താ സമ്മേളനത്തോടെ ഏതെങ്കിലും തരത്തിലുള്ള സംശയമില്ലാതെ ക്ലിയർ ആയിട്ടില്ലേ ശ്രീ ശരത്ചന്ദ്? വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ ജനറൽ പറഞ്ഞതനുസരിച്ച് നമ്മൾക്ക് ഡെഫിനറ്റ്ലി നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് എല്ലാം നേടാൻ കഴിഞ്ഞു. പാകിസ്ഥാനിന് വേണ്ട രീതിയിൽ നമ്മൾ മറുപടി കൊടുത്തു. പക്ഷേ എന്ന് വിചാരിച്ച പാകിസ്ഥാൻ മുട്ടുകുത്തിയെന്നല്ല എൻ്റെ അർത്ഥം. തീർച്ചയായും നമുക്ക് പാകിസ്ഥാനേക്കാളിലും കേപ്പബിലിറ്റി ഉണ്ട്. എല്ലാ രീതിയിലും, എക്കണോമി ആയാലും മിലിറ്ററി സൈസ് ആയാലും എയർഫോഴ്സ് ആയാലും നേവി ആയാലും ആർമി ആയാലും എല്ലാം അവരെക്കാട്ടും വലുതാണ്. ഇൻക്ലൂഡിങ് ന്യൂക്ലിയർ വെപ്പൺസ് നമ്മൾക്ക് കൂടുതലാണ്. പക്ഷേ എന്ന് വിചാരിച്ച് നമ്മൾ ഇപ്പോൾ 2 ദിവസം കൂടെ കൂടെ നിന്നാലോ അല്ലെങ്കിൽ 2 മാസം കൂടെ കൂടെ നിന്ന് കഴിഞ്ഞാലോ ഒരു സീസ് ഫയർ അല്ലേ നമുക്ക് ഒരു കോംപ്രിഹെൻസീവ് വിക്ടറി, പാകിസ്ഥാനെ മുട്ടുകുത്തിക്കത്തക്കുള്ള ഒരു വിക്ടറി കിട്ടുമെന്നുള്ള പ്രതീക്ഷ തെറ്റാണ്. ഉദാഹരണം നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. ഈ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം. റഷ്യ യുക്രൈനെ താരതമ്യപ്പെടുത്തിയ റഷ്യയുടെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. പക്ഷേ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിട്ട് അവർക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് രാജ്യം മൊത്തം തകർന്ന് തരിപ്പണമായിട്ടും അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ട് അവിടുത്തെ സ്ഥിതി എന്തെന്ന് വെച്ചാൽ, പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ട് പോലും അവർക്ക് യുദ്ധം നിർത്താൻ കഴിയുന്നില്ല. ഇന്നലെ 30 ദിവസത്തെ സീസർ വേണമെന്ന് സെലൻസ്കി പറഞ്ഞിട്ട് റഷ്യ ഇതുവരെ അതിന് മറുപടി കൊടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഒരിക്കൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇപ്പോൾ യുക്രൈൻ മുഴുവൻ തകർന്നെന്ന് വിചാരിച്ചത് റഷ്യക്ക് അവർക്ക് നഷ്ടമുണ്ടായിട്ടില്ലെന്നല്ല, അവർക്കും അതുപോലെ നഷ്ടമുണ്ടായി. അതുകൊണ്ടൊരു യുദ്ധം ഉണ്ടാകുമെന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഒരുപാട് പുറകോട്ട് കൊണ്ടുപോകുന്നതാണ്. ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ഒരു രാജ്യവും യുദ്ധം ചെയ്യാതിരിക്കാനാണ് നോക്കുന്നത്. അതിൽ നമ്മളും ഉൾപ്പെടും. ഇപ്പോൾ ഇങ്ങനെ യുദ്ധം തുടങ്ങിയ സ്ഥിതിക്ക് നമ്മൾ വളരെ ക്ലിയറായിട്ട് നമ്മുടെ എയിംസ് എന്താണെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ അവരുടെ ടെററിസ്റ്റ് ക്യാമ്പ്സിനെ അറ്റാക്ക് ചെയ്തു, ഡിസ്ട്രോയ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞിരുന്നു. ഇത് നോൺ എസ്കലേറ്ററി ആണ്, ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെന്ന്. പാകിസ്ഥാൻ എന്തെങ്കിലും മറുപടി തന്നേ തീരുവുള്ളായിരുന്നു. അല്ലെങ്കിൽ അവരുടെ ആർമിയുടെ ഇമേജ് പബ്ലിക്കിലും ലോകരാഷ്ട്രങ്ങൾക്കിടയ്ക്കും താന്നു പോകുമായിരുന്നു. അതുകൊണ്ട് അവർ ചൂസ് ചെയ്ത ഓപ്ഷനാണ് നമ്മൾ കണ്ടത്. അതിന് നമ്മൾ വേണ്ട രീതിയിൽ മറുപടി കൊടുത്തു. ഇപ്പോൾ സീസ് ഫയർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ
സമാധാനം രണ്ട് രാജ്യങ്ങളും ഒരുപോലെ തന്നെ ആഗ്രഹിച്ചാണ്. പക്ഷെ എന്നാലും രണ്ട് രാജ്യങ്ങളും തോറ്റിട്ടല്ല, മുഴുവൻ തോറ്റിട്ടല്ല. ഇന്ത്യ ഡെഫിനറ്റ്ലി നമുക്ക് യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. പക്ഷേ പാകിസ്ഥാനും തോറ്റെന്ന് അവർക്ക് തീർത്ത് സമ്മതിക്കേണ്ട ഒരു സ്റ്റേജ് എത്തിയില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അവർ സീസ് ഫയർ ആവശ്യപ്പെട്ടു, നമ്മൾ അംഗീകരിച്ചു. ഇതിനിടയ്ക്ക് ട്രംപിൻ്റെ റോൾ എന്താണെന്ന് ഹാഷിം പറഞ്ഞതുപോലെ നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷേ ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായൊരു ജയം കിട്ടും, അല്ലെ എത്ര നാളുകൊണ്ട് ജയിക്കാൻ പറ്റുമെന്ന് ആർക്കും ഇപ്പോൾ പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. ഹാഷ്മി, താങ്കൾ പറഞ്ഞ പ്രസക്തമാണ് പ്രധാന ഭാര്യ, അത് ഏറ്റവും പ്രസക്തമാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ യുദ്ധം ചെയ്യണം, റാവൽപിണ്ടി പിടിക്കണം, ഇസ്ലാമാബാദ് പിടിക്കണം, പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ ഭൂഗോളത്തിന് ഇല്ലാതായി കളയണം എന്നൊക്കെ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് എഴുതാം. അതുപോലെ അത്ര എളുപ്പം ആവില്ല പക്ഷേ ഗ്രൗണ്ടിലെ കാര്യങ്ങൾ ശരിയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും സൈനിക ബലത്തെ തമ്മിലൊരു കമ്പാരിസൺ ഇല്ല എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ റഫാൽ പോയോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് യുദ്ധമുഖത്ത് നഷ്ടങ്ങൾ സ്വാഭാവികമാണ് എന്നതാണ് മറുപടി. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അതിന് എന്താണെങ്കിലും ഈ നീർക്കോല് കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് പറയുന്ന മട്ടിൽ യുക്രൈൻ്റെ കാര്യം ശരിയാവണം ശരത്ചന്ദ്രൻ സാർ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര വീക്ക് രാഷ്ട്രമാണെങ്കിലും അവർക്ക് ചൈനയുടെ ആയുധമെത്തും, അവർക്ക് അവിടുന്ന് ഇവിടുന്ന് ആയുധമെത്തും. അമേരിക്ക ഇന്ന് വിശേഷിപ്പിക്കുന്ന രണ്ട് ഗ്രേറ്റ് നേഷൻസ് എന്നാണ്, രണ്ടുപേരുടെ കൂട്ടുകാരാണെന്നാണ്. രണ്ടും ഗ്രേറ്റ് നേഷനാണ് ട്രംപിൻ്റെ കണ്ണിൽ. അതുകൊണ്ട് നമുക്ക് പഹൽഗാമിൽ ഒരു മുറിവുണ്ടായി. ആ മുറിവെന്ന് പറഞ്ഞാൽ ചോര വാർക്കുന്ന മുറിവാണ്. ഈ രാജ്യത്തെ ഓരോ പൗരൻ്റെയും ഹൃദയം വേദനിച്ച മുറിവാണ്. ആ മുറിവിന് നമ്മൾ നല്ല ചുട്ട മറുപടി, നമ്മൾ എണ്ണിപ്പറഞ്ഞ ഭീകരകേന്ദ്രങ്ങളിൽ അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട സ്ഥലങ്ങളിൽ അവർക്ക് ഒന്നാന്തരം മറുപടി കൊടുത്തു. അവർ പ്രകോപനം കാണിച്ചു. പ്രകോപനത്തോട് വളരെ പക്വമായ രീതിയിൽ, റെസ്പോൺസിബിളായ രീതിയിൽ അതിന് മറുപടി കൊടുത്തത് മാത്രമല്ല, പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ അടക്കം അവരുടെ തന്ത്രപ്രധാനമായ എയർപോർട്ടുകൾ, ഈ പറഞ്ഞ വ്യോമത്താവളങ്ങളൊക്കെ തരിപ്പണമാക്കി സ്റ്റോപ്പ് ചെയ്യുന്നു. ഏറ്റവും മനോഹരമായ സ്റ്റോപ്പാണ് ശ്രീ പ്രഭാരം പലേരി. ശരിയാണ് താങ്കൾ പറഞ്ഞതൊക്കെ. പക്ഷേ ഇവിടെ എനിക്കറിയുന്നത് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അതും പറയാൻ സാധിക്കുമെങ്കിൽ മാത്രം. അതായത് ഇവിടെ ഒന്നാമതായി ഞാനിതിനെ യുദ്ധമായിട്ട് കാണുന്നില്ല. ഇപ്പോൾ തന്നെ DGMOയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായി കാണും. ഒരു സ്ത്രീ ജേർണലിസ്റ്റ് ചോദിക്കുകയുണ്ടായി ആക്ട് ഓഫ് വാർ എന്ന് പറയുന്ന ആ സംഗതി. പക്ഷേ യുദ്ധമല്ലെങ്കിലും യുദ്ധത്തിൻ്റെ മാതിരിയുള്ളൊരവസ്ഥയിലാണ് നമ്മൾ ഉള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ സീസ് ഫയർ, യുദ്ധമില്ലാത്ത അവസ്ഥയിലും സീസ് ഫയർ കൊണ്ടുവരാൻ സാധിക്കും. കാരണം അവിടെ നമ്മൾ സംഘർഷങ്ങളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന സംഭവം നോക്കുകയാണെങ്കിൽ രണ്ട് തരം സ്റ്റേജാണ് ഇത് ഉള്ളത്. ഒന്ന്, ആദ്യത്തെ 7-ാം തീയതി നടന്നിട്ടുള്ള ആക്രമണം. നമ്മൾ 9 കേന്ദ്രങ്ങൾ ആക്രമിച്ചു, അതിന് മറുപടി കൊടുത്തു. നമ്മളെ ചെയ്തിട്ടുള്ള ആ ദ്രോഹത്തിന് നമ്മൾ മറുപടി കൊടുത്തു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നീട് ഈ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ ആക്രമണങ്ങൾ നമ്മളുടെ രാജ്യം നോക്കുന്നത് അവിടുത്തെ പട്ടാളക്കാരെയോ പട്ടാളക്കാരുടെ മിലിറ്ററി സെൻറ്റേഴ്സോ അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഏർപ്പാടുകളൊന്നും അല്ല. ഇതിനെ തടഞ്ഞു നിർത്തുക എന്നുള്ള മാത്രമാണ് ഭീകരവാദത്തെ തടയുക. അത് എത്രയോ പ്രാവശ്യം നമ്മൾ ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. ഭീകരവാദത്തെ തടയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് പുതിയൊരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിനാണ് നമ്മൾ പെട്ടെന്നൊരു സീസ് ഫയർ എന്നുള്ളൊരു ഏർപ്പാട് കൊണ്ടുവന്നത്. ആ ഏർപ്പാട് പാകിസ്ഥാൻ തള്ളിക്കളഞ്ഞു. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഡിസിഷൻ എടുക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. അത് എന്ന് മുതലാണോ ഇന്ത്യ ഇതുപോലെയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് അന്ന് മുതൽ തുടങ്ങിയതാണ്. പക്ഷേ നമുക്ക് എതിരാളിയായിരിക്കുന്ന ഈ രാജ്യത്തിന് ആ രാജ്യത്തെ ഗവൺമെൻറ്റിനേക്കാളും തീരുമാനം എടുക്കുന്നത് ബാക്കിയുള്ളവരാണ്. അത് എടുക്കുന്നതും രാഷ്ട്രീയത്തിൻ്റെ പേരിലോ ഗവർണൻസിൻ്റെ പേരിലോ അല്ല, ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ്. അപ്പോൾ അതിനും പിന്നിലും ആളുകളുണ്ടാവും, അവരാണ് ഇത് തീരുമാനിക്കുക. അപ്പോൾ ഒരു സീസ് ഫയർ നമ്മൾ DGMO ടു DGMO ചെയ്യുകയാണെങ്കിൽ ആ മറുഭാഗത്തെ DGMO നമ്മുടെ ഭാഗത്തല്ലെങ്കിൽ നമുക്ക് വേണ്ടിയല്ല വാദിക്കുന്നതെങ്കിൽ ആ DGMOന് അവിടുത്തെ ആ നേതാവിൻ്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടി വരും. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അവിടെ ആർമി ചീഫ് മാത്രമാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്, പ്രധാനമന്ത്രിക്ക് പോലും സാധ്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെത് തെറ്റായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മളൊരു അസിമെട്രിക്കലായിട്ടുള്ള, ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള എന്താണ് പറയുക, പരസ്പര ബന്ധമില്ലാത്ത തരത്തിലുള്ള ഒരു നേതൃത്വം അവരുടെ ഉദ്ദേശങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ, അതിനൊന്നും യാതൊരു തരത്തിലുമുള്ള യാതൊരു തരത്തിലുമുള്ള ഒരു കോൺസ്റ്റൻസി ഇല്ല. നമ്മളങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ പട്ടാളത്തിന് അറിയാം. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത് ആർമി, നേവി, എയർഫോഴ്സ്, ഈ മൂന്നും ഒന്നിച്ചുള്ള ഒരു
സൈനിക സംവിധാനത്തിൽ കൂടെയാണ്. CDS ആണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇന്ത്യ വളരെ ഭംഗിയായിട്ട് എല്ലാം കൈകാര്യം ചെയ്യുന്നു. എന്നാലും അവിടെ നമുക്ക് കുറച്ച് ആളുകൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ കേൾക്കുന്നത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന സംഗതിയാണ്. അതേസമയം തന്നെ നമ്മുടെ അതിർത്തിയിൽ ജനങ്ങൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് അതിർത്തി പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് വലിയ നഷ്ടം വരുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഇത് മതിയാക്കി പാകിസ്ഥാൻ പിന്മാറുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യക്ക് ഏതായാലും അവരുടേതായിട്ടുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടാകും. അതെന്താണ്, കംപ്ലീറ്റ്ലി എലിമിനേറ്റ് പാകിസ്ഥാനാണോ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം വേറൊരു സംഗതി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരു ഒറ്റ സംഗതിയായിട്ട് നമ്മൾ കാണരുത്. ഇത് എത്രയോ വർഷങ്ങളായി തുറന്നു വരുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു തുടർച്ചയാണ്, ഒരു തുടർക്കഥയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. 7-ാം തീയതിയാണ് നമ്മൾ ആക്രമിച്ചതെങ്കിലും 6-ാം തീയതി പാകിസ്ഥാനിൽ തന്നെ കുറേ പട്ടാളക്കാർ മരിക്കുകയുണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യൻ ആക്രമണം കൊണ്ടല്ല. അപ്പോൾ എത്ര ഫ്രണ്ടിലാണ് പാകിസ്ഥാൻ ആക്രമിക്കുന്നത്, എന്താണ് എന്താണ് ചെയ്യുന്നതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നല്ലൊരു സൈന്യമുണ്ട്. ആ സൈന്യം 3 സൈനിക സംവിധാനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. അത് അവരെ നമുക്ക് വിശ്വസിക്കാം. കഴിയുന്നത്ര നേരത്തെ ഇത് അവസാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഇനിയും ആളുകൾ മരിക്കുന്നത് 2 ഭാഗത്തായാലും ആളുകളാണ് മരിക്കുന്നത്. ഇത് വിജയിക്കേണ്ടവർക്ക് വേറെ തരത്തിലുള്ള ഉദ്ദേശമാണുള്ളത്. ഒരുപാട് പേർ മരിക്കും. അതിനൊന്നും ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ഒന്നുകൂടെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ ഒരുപാട് സമയമെടുക്കും ഇതിന്. പക്ഷേ തീർച്ചയായിട്ടും 2 രാജ്യങ്ങളും ഏകദേശം യുദ്ധമില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇന്ത്യക്ക് തീർച്ചയായിട്ടും അറിയാം യുദ്ധം ഇല്ല, യുദ്ധത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. പക്ഷേ നിവൃത്തിയില്ല. നമ്മളെ ആരെങ്കിലും ഇങ്ങോട്ട് ആക്രമിക്കാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആക്രമിച്ചേ പറ്റൂ. അപ്പോൾ അത് ശരിക്കും നല്ലപോലെ ആക്രമിക്കുക, പിന്നീട് ഇങ്ങോട്ട് വരാതിരിക്കുക. അങ്ങനത്തെ അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരണം. ആർട്ട് ഓഫ് വാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതും പറയാറുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതുപോലെയുള്ളൊരു യുദ്ധം ഇനി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതുപോലെയുള്ള സംഘർഷഭരിതമായിട്ടുള്ള സമീപനങ്ങൾ ആവശ്യമായി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, സന്ദീപ് വാര്യർ, ഇവിടെ ശ്രീ ശരത്ചന്ദ്ര സാർ പറയുന്നുണ്ടായിരുന്നു എന്താണ് ഇത് പുതിയ കാലം, പുതിയ യുദ്ധരീതികൾ, റഷ്യ യുക്രൈൻ എന്ന് പറയുന്ന ചെറിയ രാഷ്ട്രം ഒരു 2 ദിവസം കൊണ്ട് യുദ്ധം തീർക്കുമെന്ന് കരുതിയത് 3-ാം വർഷം കഴിഞ്ഞ് ഇപ്പോൾ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു, യുക്രൈൻ പിടിച്ചു നിൽക്കുന്നു. അവിടെ സന്ദീപ് വാര്യർ, ഇത് ബംഗ്ലാദേശ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ പാകിസ്ഥാനിലെ എന്തോ ന്യൂക്ലിയറുമായി ബന്ധപ്പെട്ട ഇൻ്റലിജൻസ് വിവരങ്ങൾ അമേരിക്കയുടെ പക്കലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് പഴയകാലമല്ല, ഇത് ബംഗ്ലാദേശിലെ പോലുള്ള യുദ്ധകാലമേ അല്ല, അത് നമുക്കെല്ലാവർക്കും അറിയാം. യുദ്ധമാവുകയാണെങ്കിൽ അത് കൊടിയ നഷ്ടങ്ങളിലേക്കും കൊടിയ വേദനകളിലേക്കും പോകും. അപ്പോൾ ഇന്നലെ താങ്കൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ താങ്കൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ വെടിനിർത്തൽ കൊണ്ട് ഇന്ത്യക്ക് എന്ത് നേട്ടമുണ്ടായി? പാക് അധീന കശ്മീർ തിരിച്ചുപിടിക്കുമെന്ന അമിത്ഷായുടെയും രാജ്നാഥ് സിംഗിൻ്റെയും ഒക്കെ മുൻ അവകാശവാദങ്ങൾ എവിടെ പോയി? പഹൽഗാമിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യാതിരിക്കാനാണോ ഇക്കണ്ട നാടകമൊക്കെ? അതിർത്തിയിൽ പാക് വെടിപ്പിലും ഷെല്ലിങ്ങിലും നഷ്ടപ്പെട്ട നിരവധി ജീവനുകൾക്കും വീടുകൾക്കും ജനങ്ങളുടെ സ്വത്തുവകകൾക്കും ആര് സമാധാനം പറയും? ആ നഷ്ടങ്ങൾക്ക് പ്രതികാരം അർഹിക്കുന്നില്ലേ? ഈ വാർത്താ സമ്മേളനത്തിനൊടുവിലും താങ്കളുടെ ഈ ചോദ്യങ്ങൾ പ്രസക്തമാണെന്ന് തോന്നുന്നുണ്ടോ സന്ദീപ് വാര്യർ? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഹഷ്മി, ഒന്ന് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിയിട്ടുള്ള ധീരോദാത്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പുണ്ട്. ആ ചെറുത്തുനിൽപ്പിനൊപ്പമാണ് രാജ്യം മുഴുവനുമുള്ളത്. ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യൻ സൈന്യത്തോടൊപ്പമാണ് രാജ്യം മുഴുവനും നിന്നിട്ടുള്ളത്. അവരുടെ ചെറുത്തുനിൽപ്പ്, അവർ നൽകിയിട്ടുള്ള തിരിച്ചടി, അതിൽ രാജ്യം അഭിമാനിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ത്യൻ സൈന്യത്തിൻ്റെ അത്യുജ്വലമായിട്ടുള്ള പോരാട്ട വീര്യം അവർ ഈ 3 ദിവസങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത മുഴുവൻ ഇന്ത്യക്കാരെയും അഭിമാനം കൊള്ളിക്കുന്നതാണ് എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. ഇന്നിപ്പം ആ സൈന്യത്തിൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴും നമുക്ക് ആ ഒരു വികാരം തന്നെയാണ്. ഒരു ഉറച്ച ദേശസ്നേഹി എന്നുള്ള നിലയ്ക്ക് സൈന്യത്തോടൊപ്പം തന്നെയാണ് ഈ നിമിഷവും എല്ലായ്പ്പോഴും എന്നുമുള്ളത്. മറ്റൊന്ന്, ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനുള്ള ചോദ്യങ്ങളാണ്. അത് എൻ്റെ മാത്രം ചോദ്യങ്ങളല്ല, മറിച്ച് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മനസ്സിനുള്ളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കോൺഗ്രസ് ഇന്ന് പറഞ്ഞത് ഇത് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ഒരു സംഘർഷത്തിൻ്റെ ഒടുവിൽ ഒരു വെടിനിർത്തൽ അമേരിക്കൻ പ്രസിഡന്റ് വാഷിംഗ്ടണിൽ നിന്ന് പ്രഖ്യാപിക്കുന്ന സവിശേഷമായൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് സംബന്ധിച്ച് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അറിയേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർലമെന്റിൽ ഇക്കാര്യങ്ങൾ സംസാരിക്കുക, ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് പാർലമെന്റിന്റെ ഒരു ജോയിന്റ് സെഷൻ വിളിക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇക്കാര്യങ്ങളിലെ ഒരു വ്യക്തത നമ്മുടെ ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് രാജ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പാർലമെന്റിനകത്ത് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ജനങ്ങൾ അറിയുകയും ചെയ്യണം എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു കാര്യം, ഒരു പാർലമെന്റ് സെഷൻ വിളിച്ചു ചേർക്കാൻ പ്രധാനമന്ത്രിയും ഗവൺമെന്റും തയ്യാറാകണം എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും രാജ്യം ഒരു പ്രയാസം നേരിടുന്ന ഘട്ടത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ള പൗരധർമ്മം അത് കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വലിയ വിഷമ കാലഘട്ടത്തിൽ ശക്തമായി തന്നെ സർക്കാരിനോടൊപ്പവും സൈന്യത്തോടൊപ്പവും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒത്തൊരുമിച്ച് നിന്നിട്ടുണ്ട്. അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സംബന്ധിച്ചാണെങ്കിൽ ഞാനതിൽ ഉന്നയിച്ച കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ റെട്ടറിക് അല്ല, സ്റ്റേറ്റ്സ്മാൻഷിപ്പാണ് എപ്പോഴും ആവശ്യം എന്നുള്ളത് ഈ ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഈ എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത്? കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും 3-4 സ്ഥലങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങളിൽ പാക് അധീന കാശ്മീർ എന്തു വില കൊടുത്തും തിരിച്ചു പിടിക്കും, ഏതറ്റം വരെ പോയി തിരിച്ചു പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു തവണയല്ല, പലതവണ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒന്ന് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്നാഥ് സിംഗ് പലതവണ ഇക്കാര്യം ഇന്റർവ്യൂവിലും അല്ലാതെയും റാലികളിലും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു സാഹചര്യത്തിൽ വലിയ റെട്ടറിക്കൊക്കെ നടത്തി ഒരു സ്ഥലത്തേക്ക് പോവുകയും ജനങ്ങളെല്ലാവരും സർക്കാരിനെ പിന്തുണയ്ക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ കാശ്മീരിൽ നമ്മുടെ സാധാരണക്കാരായ നിരപരാധികളായിട്ടുള്ള ടൂറിസ്റ്റുകളെ ലൈൻ ഓഫ് കൺട്രോൾ കടന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബോർഡർ അടക്കം ക്രോസ് ചെയ്ത് വന്നിട്ടുള്ള പാകിസ്ഥാൻ ഭീകരവാദികൾ വെടിവെച്ചു കൊന്ന സാഹചര്യത്തിൽ ഇതാണ് അതിന്റെ സമയം എന്ന രീതിയിലായിരുന്നു BJPയുടെ സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ കേന്ദ്ര സർക്കാർ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ പ്രതീക്ഷയും നേരത്തെ അമിത്ഷായും രാജ്നാഥ് സിംഗും ഒക്കെ പറഞ്ഞതുപോലെ അവർ ചെയ്യുമെന്നുള്ളതായിരുന്നു. പക്ഷേ സംഭവിച്ചെന്താ? റെട്ടറിക്ക് മാത്രമാണ് ഉണ്ടായത്, അതിനപ്പുറം ഒന്നും സംഭവിച്ചില്ല. ഇന്ത്യയിൽ പ്രഖ്യാപിക്കേണ്ടിയിരുന്ന, ഡൽഹി പ്രഖ്യാപിക്കേണ്ടിയിരുന്ന സീസ് ഫയർ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്ന, അത് മാത്രമല്ല അതിനുശേഷം ആവർത്തിച്ചു പറയുന്നു അമേരിക്കയുടെ 3ാം കക്ഷി ഇടപെടൽ ഉണ്ടായി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് മാത്രമല്ല അവിടുത്തെ ഫോറിൻ സെക്രട്ടറിയും പറയുന്നു. അതിനെ ഡിനൈ ചെയ്യാൻ, പരിപൂർണമായും ഡിനൈ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല. ഇവിടെ ഇങ്ങനെ ഒരു ഉപരിപ്ലവമായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പോലും ആത്യന്തികമായി അമേരിക്കൻ ഇടപെടൽ ഉണ്ടായി എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അത് അഡ്വാൻറ്റേജ് ഇന്ത്യ പൊസിഷൻ ആണോ എന്നുള്ള കാര്യം വിശദീകരിക്കേണ്ടത് ഗവൺമെന്റാണ്. കാരണം എന്താ ഞാൻ പറയാൻ കാരണം, ഈ യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ഈ സംഘർഷത്തിന്റെ തുടക്കത്തിൽ നമ്മൾ സിന്ധു നദീജല കരാർ റദ്ദാക്കിയപ്പോൾ പകരമായി പാകിസ്ഥാൻ ചെയ്തത് സിംല കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു. സിംല കരാറിന്റെ അഡ്വാൻറ്റേജ് എന്തായിരുന്നു? അഡ്വാൻറ്റേജ് ഇന്ത്യ പൊസിഷൻ ആയിരുന്നു. പാകിസ്ഥാൻ പറഞ്ഞിരുന്ന 3ാം കക്ഷി ഇടപെടൽ, ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ എന്നീ അവകാശവാദങ്ങളിൽ നിന്നൊക്കെ പാകിസ്ഥാൻ പിന്മാറുന്നത് സിംല കരാറിലൂടെയാണ്. അപ്പൊ സിംല കരാറിൽ ഇന്ത്യ ഉണ്ടാക്കിയ അഡ്വാൻറ്റേജ് ഇന്ത്യ പൊസിഷനെ റദ്ദ് ചെയ്തുകൊണ്ട് ഇത് 3ാം കക്ഷി ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിൽ വാസ്തവത്തിൽ ഇപ്പോൾ അഡ്വാൻറ്റേജ് പൊസിഷൻ എവിടെയാണ് കിടക്കുന്നത്? ഡിപ്ലോമസി വേണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഡിപ്ലോമസി വേണം, സീസ് ഫയർ ഉണ്ടായെങ്കിൽ നന്നായി, യുദ്ധം ഒരു ദിവസം മുൻപ് അവസാനിച്ചെങ്കിൽ വളരെ നല്ലത്, ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ സീസ് ഫയറും അതല്ലെങ്കിൽ ഡിപ്ലോമസിയും വർക്ക് ചെയ്യേണ്ടത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്നിട്ടായിരിക്കണം. രാജ്യം വിജയിച്ച് നിൽക്കുന്ന പൊസിഷനിലായിരിക്കണം ഉണ്ടാകേണ്ടത്. ഇവിടെ അത്തരം ഒരു പൊസിഷനിൽ നിന്നിട്ട് ഒരു സീസ് ഫയറും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചാനലിലുള്ള വർക്കൗട്ട് നടന്നോ എന്നുള്ളത് സംബന്ധിച്ച് സംശയം ഉണ്ടാവുകയാണ്. അവിടെയാണ് ചോദിക്കുന്നത്, രാജ്യം നേരത്തെ ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും മുന്നോട്ട് വെച്ചുള്ള ഒബ്ജക്റ്റീവുകൾ പൂർത്തീകരിച്ചോ? ഇല്ല എന്നുള്ളത് സത്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താ? ബലൂച്ചിലെ പോരാളികൾ ഇന്ത്യയെ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരവിടെ വലിയ തോതിൽ കൊറ്റ നഗരം പിടിച്ചടക്കുകയും അതല്ലെങ്കിൽ ബലൂചിസ്ഥാനെ സ്വതന്ത്രമായ രാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതെല്ലാം കണ്ടതാണ്. അപ്പോൾ ഈ അവിചാരിതമായിട്ട് അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണെങ്കിൽ ഒരു സീസ് ഫയറിലേക്ക് പോകുന്ന സമയത്ത് വാസ്തവത്തിൽ ഇന്ത്യ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബലൂചിസ്ഥാനിലെ പോരാളികൾക്കുള്ള പിന്തുണ നമ്മൾ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം? നമ്മൾ ഈ പറഞ്ഞ 9 ഭീകരവാദി, ഇപ്പോൾ സന്ദീപ് ചോദിച്ച നമ്മൾ അവിടെ കടന്നു കയറി ഈ പറഞ്ഞ സുരക്ഷാകർമികളുടെ കണ്ണു വെട്ടിച്ച് നമ്മുടെ പാവങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് വന്ന ആ വൃത്തികെട്ടന്മാർ എവിടെ എന്ന ചോദ്യം അവിടെ പ്രസക്തമായി നിൽക്കട്ടെ. പക്ഷെ അവരെ തോക്കുകൊണ്ട് പറഞ്ഞു വിട്ടു എന്ന് കരുതപ്പെടുന്ന ആ മേഖല ഒന്നാകെ നമ്മൾ ഇല്ലാതാക്കി. അതായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ് അവിടെ. അത് കഴിഞ്ഞ് ഇപ്പോൾ സന്ദീപ് ഓർത്തു നോക്കൂ, അതിർത്തിയിൽ കൊല്ലപ്പെട്ടത് 16 പേരാണ്, 2 കുട്ടികളടക്കം. നമുക്ക് 5 രക്തസാക്ഷ്യങ്ങളുണ്ടായി. സന്ദീപ്, ഞാൻ പറയുന്നത് ചെറുതാണെങ്കിൽ കൂടിയും നമുക്കുണ്ടാകുന്ന ഒരു ജീവൻ പോലും നഷ്ടമല്ലേ? ഒരു ദിവസം അങ്ങോട്ടേക്ക് പോയി പിന്നെയും ഷെല്ലിങ് ഉണ്ടാവില്ലേ? പിന്നെയും നഷ്ടങ്ങൾ ഉണ്ടാവില്ലേ? സന്ദീപ്, അല്ല തീർച്ചയായിട്ടും. പക്ഷേ അതിനുശേഷം സംഭവിച്ചത് എന്താ?
അതിനുശേഷം അതിർത്തിയിൽ നമ്മുടെ എത്ര നിരപരാധികളായിട്ടുള്ള ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ, കർഷകരുടെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ, ഒരുപാട് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ, കാശ്മീർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായല്ലോ. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ജീവന് വിലയുണ്ട്. പാകിസ്ഥാൻ അതിനുശേഷവും നിരന്തരമായിട്ട് ആക്രമണം നടത്തുകയും നമ്മുടെ നിരപരാധികളായിട്ട് ഒരുപാട് മനുഷ്യരെ വധിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ജീവന് വിലയില്ലേ, വാല്യൂ ഇല്ലേ? അപ്പം ഏത് പോയിന്റ് ഇവിടെ പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ വെടിനിർത്തിയതല്ല, മറിച്ച് അങ്ങനെ വെടിനിർത്തുന്ന സമയത്ത് ഒരു ഇന്ത്യ അഡ്വാൻറ്റേജ് പൊസിഷനിൽ നിന്നുകൊണ്ടുള്ള വെടിനിർത്തലായിരിക്കണം. അല്ലാതെ ഒരു മൂന്നാം കക്ഷി ഇടപെടലിനെ തുടർന്ന്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞോട്ടെ, അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടൽ എന്നുള്ളത് വ്യക്തമായ സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് മാത്രമല്ല, അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറി വളരെ വ്യക്തമായി, ഇന്നത്തെ അവരുടെ ട്വീറ്റ് ജസ്റ്റ് ഒന്ന് വായിക്കട്ടെ. ഓവർ ദ പാസ്റ്റ് 48 hours, Vice President Vance and I have engaged with senior Indian and Pakistani officials, including Prime Ministers Narendra Modi and Shehbaz Sharif, External Affairs Minister Subramanian Jaishankar, Chief of Army Staff Asim Munir, and National Security Advisors Ajit Doval and Azim Malik. I am pleased to announce the governments of India and Pakistan have agreed to an immediate ceasefire and to start talks on a broad set of issues at a neutral site. മൂന്നാമതൊരു സ്ഥലത്തിരുന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് ഇന്ത്യ സമ്മതിച്ചു എന്നാണ് അമേരിക്കയുടെ ഫോറിൻ സെക്രട്ടറി പറയുന്നത്. ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ടോ? ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇത് നിഷേധിച്ചിട്ടുണ്ടോ? മൂന്നാമതൊരു സ്ഥലത്തിരുന്ന് ചർച്ച ചെയ്യാമെന്ന് ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്നുള്ള വ്യതിയാനമാണ്. അതെങ്ങനെ പാർലമെന്റിനോട് പോലും പറയാതെ അതെങ്ങനെ സമ്മതിക്കാൻ പറ്റും? ഒരു മൂന്നാം കക്ഷി ഇടപെടൽ മൂന്നാം സ്ഥലത്ത് വെച്ച്, ന്യൂട്രൽ സൈറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും അല്ലല്ലോ. നിങ്ങൾ എവിടെ വെച്ചാൽ സംസാരിക്കാൻ പോകുന്നത്? ഇത് പറഞ്ഞിരിക്കുന്ന നിസ്സാരക്കാരനായിട്ടുള്ള ആളല്ല, അമേരിക്കയുടെ ഫോറിൻ സെക്രട്ടറിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അമേരിക്കയുടെ ഫോറിൻ സെക്രട്ടറി ഇത് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ ഒരു ഡിനയൽ ഉണ്ടായിട്ടില്ല, കംപ്ലീറ്റ് ഡിനയൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് മൂന്നാം ഇടപെടൽ ആവശ്യമില്ല എന്ന് ഒഴുക്കൻ മട്ടിലുള്ള ഒരു പറഞ്ഞു പോക്ക് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ we commend Prime Ministers Modi and Sharif on their wisdom, prudence and statesmanship in choosing the path of peace. ഇന്ത്യ രണ്ടുപേരെ അഭിനന്ദിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ കൃത്യമായിട്ടും അമേരിക്കയുടെ ഫോറിൻ സെക്രട്ടറിയും ആവർത്തിച്ചുകൊണ്ട് ട്രംപും പറയുന്നത് അവരുടെ ഇടപെടൽ നടന്നു എന്നാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്നുള്ള വ്യതിയാനമാണ്. അത് പാകിസ്ഥാന് അനുകൂലമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കേന്ദ്ര സർക്കാരാണ്. പക്ഷെ അത് പാർലമെന്റിനോട് പറയണം, രാജ്യത്തെ ജനങ്ങളോട് പറയണം, എന്താണ് സംഭവിച്ചത് എന്ന് ജനങ്ങളോട് പറയണം. ഇവിടെ ട്രംപ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യൽ ഈ പറഞ്ഞ രണ്ട് ഗ്രേറ്റ് നേഷൻസിന് നന്ദി പറയുന്നുണ്ട്, അല്ലെങ്കിൽ അഭിനന്ദനം പറയുന്നുണ്ട്. രണ്ട് ഗ്രേറ്റ് നേഷൻ അല്ല, ഒരു ഗ്രേറ്റ് നേഷൻ. എൻ്റെ രാജ്യം മഹത്തായ രാജ്യമാണ്, എനിക്ക് അതിൽ നോ ഡൗട്ട്. പക്ഷെ പാകിസ്ഥാൻ ഒരു മഹത്തായ രാഷ്ട്രമല്ല ശ്രീ വി പി ശ്രീനാഥൻ. ആയുധം കൊടുത്ത് ഇങ്ങോട്ടേക്ക് അതിർത്തി കടത്തി വിട്ട് നമ്മുടെ 26 നിരപരാധികളെ കൊന്നൊടുക്കുന്ന പാകിസ്ഥാൻ ഒരു മഹത്തായ രാഷ്ട്രമല്ല. അതിനുശേഷം ചതിപ്പണികൾ, നെറുകേടുകൾ, തെമ്മാടിപ്പണികൾ കാണിക്കുന്ന പാകിസ്ഥാൻ എനിക്കൊരു ഗ്രേറ്റ് നേഷൻ അല്ല. അതൊരു അതപ്പതിച്ച രാഷ്ട്രമാണെന്ന് ഞാൻ പറയൂ. ട്രംപിന് അത് ഗ്രേറ്റ് നേഷൻ ആണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ എങ്ങനെയാണ് ട്രംപ് ഇതിലേക്ക് വരിക ശ്രീ വി പി ശ്രീനാഥൻ? എങ്ങനെയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നു, ആ സംഘർഷത്തിൽ ഏതോ വഴിയിൽ കൂടി ചർച്ചയിൽ കൂടി ഈ പറയുന്ന രീതിയിൽ വെടിനിർത്തൽ സമാധാനത്തിലേക്ക് പോകുന്നു. ആ സമാധാനം പ്രഖ്യാപിക്കേണ്ടത് ഒന്നുകിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപിക്കണം, ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഷഹബാസ് ഷരീഫ് അവിടെ ഒന്ന് പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ സൈനിക നേതൃത്വങ്ങൾ പ്രഖ്യാപിക്കണം. അതല്ലാതെ ആദ്യം ഒരു മൂന്നാമതൊരാൾ ഒന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ് പി പി? താങ്കൾ ഇന്നത്തെ പത്രസമ്മേളനം ശ്രദ്ധിച്ച് കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ DGMO പറഞ്ഞത് രാവിലെ 11 മണിയോടുകൂടി എനിക്കൊരു മെസ്സേജ് വരുന്നു പാകിസ്ഥാനിലെ DGMOൻ്റെ ഭാഗത്തു നിന്നും സംസാരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അതിനുശേഷം 3:35 ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു. അവർ ഒരു കംപ്ലീറ്റ് സീസ് ഫയറിന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ചെയ്യണം എന്ന് അവർക്ക് താല്പര്യമുണ്ട്, അവർ നിർത്താൻ തയ്യാറാണെന്ന് പറയുന്നു. നമ്മൾ അതുമായി സംസാരിച്ച് വൈകിട്ട് 5 മണിയോടുകൂടി സീസ് ഫയർ വരുന്നു. അപ്പോൾ സീസ് ഫയർ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ആരാണ്? രണ്ട് രാജ്യങ്ങളുടെയും DGMOമാർ തമ്മിൽ പാകിസ്ഥാൻ മുൻകൈയെടുത്ത് നമ്മളോട് സംസാരിച്ച് നമ്മൾ DGMOയെ 11 മണിക്കോ 12 മണിക്കോ മറ്റോ വിളിച്ചതിന് ശേഷം അദ്ദേഹവുമായി 3:35 ഒരു ടൈം ഫിക്സ് ചെയ്ത് സംസാരിച്ച് ആ സംസാരത്തിലാണ് തീരുമാനമെടുക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ എന്തടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിട്ട് ഉണ്ടാവുക എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. പക്ഷേ നാം മനസ്സിലാക്കുന്ന 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, 9-ാം തീയതി രാത്രിയും 10-ാം തീയതി പുലർച്ചെയും പാകിസ്ഥാൻ്റെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു.
പാകിസ്ഥാൻ്റെ അത് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കൃത്യമായി ചിത്രസഹിതം കാണിച്ചിട്ടുണ്ട്. അവരുടെ എയർഫോഴ്സ് വിമാനങ്ങൾ ശേഖരിച്ചു വെക്കുന്ന സ്ഥലം, ഹാങ്ങറുകളുള്ള സ്ഥലം, അവരുടെ പ്രധാനപ്പെട്ട റാവൽപിണ്ടിക്കടുത്തുള്ള ചക്ലാല എന്ന് പറയുന്ന റാവൽപിണ്ടിക്കടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമ കേന്ദ്രം, അതുപോലെ തന്നെ അവരുടെ മുൻ സൈനിക മേധാവിയുടെ പേരിലുള്ള നൂർഖാൻ കേന്ദ്രം, റിയ എന്ന് പറയുന്നൊരു കേന്ദ്രം, ഇങ്ങനെ നിരവധി പാകിസ്ഥാൻ്റെ നിരവധി വ്യോമയാന കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു. അതായത് വിമാനങ്ങൾക്ക് ഉയരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സർജോദ എല്ലാ സ്ഥലത്തും സംഭവിച്ചു. അത് പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്തതാണ്. കാരണം പാകിസ്ഥാൻ പ്രതീക്ഷിച്ചത്, ആദ്യം അവർ പ്രതീക്ഷിച്ചത് എന്താണ്, നമ്മൾ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലെ, പാക് അധിനിവേശ കാശ്മീരിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമേ ആക്രമിക്കുള്ളൂ എന്നാണ്. പക്ഷേ ഇത്തവണ നമ്മൾ ഇൻ്റർനാഷണൽ അതിർത്തി, ലൈൻ ഓഫ് കൺട്രോൾ അല്ല, ഇൻ്റർനാഷണൽ അതിർത്തി കടന്ന് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. അതിന് അവർ ഡ്രോണുകളും മറ്റും ഉപയോഗിച്ച് ഇങ്ങോട്ട് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അത് പരാജയപ്പെടുത്തി എന്ന് മാത്രമല്ല, ആദ്യത്തെ ദിവസം ആക്രമിച്ചത് അവരുടെ റഡാറുകളാണ്. ലാഹോറിലെയും മറ്റും റഡാറുകൾ ആക്രമിക്കപ്പെട്ടു. രണ്ടാമത്തെ ദിവസം വീണ്ടും ഡ്രോണുകളും മറ്റും ഉപയോഗിച്ച് ആക്രമിച്ചപ്പോൾ തകർക്കപ്പെട്ടത് അവരുടെ വ്യോമയാന കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട വ്യോമയാന കേന്ദ്രങ്ങളുടെ റൺവേകളും അവിടുത്തെ ഓഫീസുകളും അവിടുത്തെ സിഗ്നൽ സിസ്റ്റവും ഒക്കെ തകർക്കപ്പെട്ടിരിക്കുക. അതൊക്കെ ഇന്ന് അവിടെ കാണിച്ചിട്ടുണ്ട് ഇന്ന് പത്രസമ്മേളനത്തിൽ. അപ്പോൾ ഈ ഒരു സാഹചര്യം അവരെ സമ്മർദ്ദത്തിലാക്കി. രണ്ടാമത് അവർക്ക് അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാവും എന്ന് നാം മനസ്സിലാക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാകിസ്ഥാൻ്റെ മുകളിൽ അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ട്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അന്താരാഷ്ട്ര സഹായവും തേടി നിൽക്കുന്ന ഒരു രാജ്യമാണ്, കടം വാങ്ങി യുദ്ധം ചെയ്യുകയാണ്. ആ രാജ്യത്തിൻ്റെ മുകളിൽ അതിഭീകരമായ അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിക്കപ്പുറം ഇന്ത്യയിൽ ആർക്കും സമ്മർദ്ദം ചെലുത്താൻ പറ്റില്ല. കാരണം നമ്മളുടെ സാധാരണക്കാരായ ആളുകൾ തീവ്രവാദ അക്രമത്തിൽ കൊല ചെയ്യപ്പെട്ടതിനെതിരെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടാണ് നമ്മൾ അക്രമം നടത്തിയത്. ശരി വി പി, പക്ഷേ ഈ ട്രംപ് പറഞ്ഞ മറുപടി പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ട്രംപ് നുണ പറയുകയാണെന്ന് പറയണ്ടേ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും? ട്രംപ് പറയുകയാണ്, ആഫ്റ്റർ എ ലോങ് നൈറ്റ് ഓഫ് ടോക്സ് മീഡിയേറ്റഡ് ബൈ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഐ ആം പ്ലീസ്ഡ് ടു അനൗൺസ് എന്ന് പറയാണ്, ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും, എന്നിട്ട് ഈ രണ്ട് രാജ്യങ്ങൾ നന്ദി, ഈ രണ്ട് രാജ്യങ്ങളും ഗംഭീര രാജ്യങ്ങളാണ്. അതിനാണ് അയാൾ പറയേണ്ട കാര്യം എന്താണ്? അത് നമ്മൾ പറയേണ്ട കാര്യമാണ്. അയാൾ എന്തുകൊണ്ട് പറയുന്നു നമ്മളല്ലേ ഒരു ഉത്തരം പറയേണ്ടത്. ട്രംപ് എന്ത് പറയുന്നു, എവിടെ പറയുന്നു, എന്തൊക്കെ പറയുന്നു എന്ന് പറയേണ്ടത് ഭാരതത്തിനല്ലേ അതിൻ്റെ ഉത്തരവാദിത്തം. ഭാരതത്തിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? ഭാരതത്തിന് വിദേശകാര്യ വകുപ്പ് അപ്പോൾ തന്നെ പറഞ്ഞു ഒരു മൂന്നാം കക്ഷി ഇടപെടലും ഇല്ല. ഒന്ന്. രണ്ട്, ഇന്ന് വീണ്ടും പത്രസമ്മേളനം നടത്തി DGMO പറഞ്ഞിരിക്കുന്നു ഞാനും പാകിസ്ഥാൻ DGMO തമ്മിലുള്ള സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത്. അപ്പോൾ നമ്മൾ മൂന്നാം കക്ഷി ഇടപെടലില്ല എന്ന് നമ്മുടെ വിദേശകാര്യ വകുപ്പ് അന്ന് തന്നെ കൃത്യമായി പറയുന്നു. ഇന്ന് വീണ്ടും പത്രസമ്മേളനം നടത്തി നമ്മുടെ DGMO പറയുന്നു ഞാനും പാകിസ്ഥാൻ DGMO ഇങ്ങോട്ട് വിളിച്ച് അപ്പോയിൻമെൻറ്റ് സമയം ചോദിച്ച് ആ സമയത്ത് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ അങ്ങനെ ഒരു ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടതാണല്ലോ. വലിയ വർത്തമാനം പറഞ്ഞ ആളുകൾ രാവിലെ ആകുമ്പോഴേക്കും അവരുടെ വിമാനത്താവളങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും ഇങ്ങോട്ട് വന്ന് സംസാരിച്ചല്ലോ. അതിൻ്റെ പിന്നിൽ അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ടാവും. അത്തരത്തിലുള്ള സമ്മർദ്ദം അവരുടെ മേലിൽ ആരൊക്കെയാണ് ചെലുത്തിയെന്ന് നമുക്കറിയില്ല. അങ്ങനെ ചെലുത്തിയ ആളുകളോട് അവർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ടാവും. കൃത്യമായ വിദേശകാര്യ വകുപ്പ് പറഞ്ഞു നോ തേർഡ്. അത് കൃത്യമാണ്. നമ്മൾ സൈന്യം പറയുന്നതും ഭരണ നേതൃത്വം പറയുന്നതും വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു 3 വരി വാർത്താക്കുറിപ്പെങ്കിലും ഇറക്കണം. ഇതിന്റെ ക്രെഡിറ്റ് അനാവശ്യമായി ഏറ്റെടുത്തുകൊണ്ട് ആളാവാൻ നോക്കരുത് അമേരിക്ക. ഒരു 3 വരി ഇതിന്റെ ക്രെഡിറ്റ് അനാവശ്യമായി ഏറ്റെടുത്തുകൊണ്ട് ഇല്ലാത്ത മീഡിയേഷൻ പറഞ്ഞ് വ്യാജം പറയുന്നത് ട്രംപേ എന്നൊരു വാർത്താക്കുറിപ്പ് ഇറക്കണം. ഒരു 3 വരി. ശ്രീ ശരത്ചന്ദ്, ഇവിടെ അഡ്മിറൽ AN പ്രമോദിനോട് നടന്ന ചോദ്യം, നമ്മൾ വെടിവെച്ചിട്ട ഫൈറ്റർ ജെറ്റുകളെ പറ്റി, അതിലെ പൈലറ്റുമാരെ പറ്റിയുള്ള ചോദ്യം, അദ്ദേഹം അതിന് മറുപടി പറഞ്ഞില്ല. മറുപടി പറയാനുള്ള പരിമിതി അദ്ദേഹം പറഞ്ഞു. അത് നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണെന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ദിസ് ടൈം ഇഫ് പാകിസ്ഥാൻ ഡെയർസ് ടു ടേക്ക് എനി ആക്ഷൻ പാകിസ്ഥാൻ നോസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. നല്ല കോൺഫിഡൻസ് ഉള്ള മറുപടി. അപ്പോൾ അതിലെന്തോ ഉണ്ടല്ലോ, ആ ചോദ്യത്തിലും ആ മറുപടിയിലും എന്തോ ഉണ്ട്. നമുക്കറിഞ്ഞ അല്ലെങ്കിൽ നമ്മളറിഞ്ഞൊരു A പ്ലാൻ ഉണ്ട്, നമുക്കറിയാത്ത അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ടാത്തൊരു B പ്ലാനൊക്കെ ഉണ്ട്. മാത്രമല്ല നമ്മൾ ഈ പറയുന്ന ഒരു 4 ദിവസം കണ്ടത് ഒരു ഡ്രോൺ വാർഫെയർ ആണ്, ഒരു പ്രൊപ്പഗണ്ട വാർഫെയർ ആണ് എന്ന് പറഞ്ഞാൽ അത് യുദ്ധമല്ല എന്ന് പറയുമ്പോൾ പോലും
സംതിങ് ന്യൂ നമ്മൾ കണ്ടു ശ്രീ ശരത്ചന്ദ്. സംതിങ് ന്യൂ എന്ന് പറഞ്ഞ് ഏത് എക്സ്റ്റൻറ്റിൽ പോയാലും നമ്മുടെ രാജ്യം പരിപൂർണമായി നമ്മുടെ സൈന്യം അത്രമേൽ മേധാവിത്വത്തോടെ സജ്ജമാണ് എന്നുകൂടി തെളിയിക്കപ്പെട്ട ദിവസങ്ങളല്ലേ അത്? തീർച്ചയായിട്ടും ഹാഷ്മി, ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രീ സന്ദീപ് ചില കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ തിരിച്ചെടുക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് പറയാനുള്ള ഒന്നാണ്. ഫസ്റ്റ്ലി, ഈ ഒരു യുദ്ധം കാശ്മീരിൻ്റെ പറ്റിയിട്ടുള്ള യുദ്ധമല്ല. ദിസ് ഈസ് നോട്ട് എ കോൺഫ്രണ്ടേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഓൺ അക്കൗണ്ട് ഓഫ് കാശ്മീർ. ഇതുവരെ നടന്നിരുന്നതെല്ലാം അവരുടെ ടെററിസത്തിനും അവരുടെ തീവ്രവാദത്തിനും എതിരായിട്ട് കാശ്മീരിന് അകത്തുള്ള യുദ്ധമായിരുന്നു. ഈ യുദ്ധം നമ്മൾ കാശ്മീരിൻ്റെ അല്ല, ടെററിസത്തിനെതിരായിട്ടുള്ള യുദ്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ ടെററിസ്റ്റ് ക്യാമ്പ്സിനെ മാത്രം അഡ്രസ്സ് ചെയ്തതും അവരെ ഡിസ്ട്രോയ് ചെയ്തതും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോൺ എസ്കലേറ്ററി ഇതാണ് എടുത്തതെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ ഇനി അമിത്ഷായും മറ്റവരും പാക് ഓക്യുപ്പൈഡ് കാശ്മീർ തിരിച്ചെടുക്കുമെന്നോ പറയുന്നത് അതിലൊരു അർത്ഥമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അത് ഇപ്പോഴുടനെ ഈ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് സാധിക്കുമെന്ന് സംസാരിക്കുന്നവർക്ക് തന്നെ അറിയാവുന്നതാണ്. ഒന്ന്. രണ്ടാമത്തത് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്. ഏത് യുദ്ധവും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ പോയാൽ, നമ്മൾ ഇന്ത്യ പാകിസ്ഥാനായാലും റഷ്യ യുക്രൈൻ ആയാലും ഏത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താലും അതിനൊരു ഇൻ്റർനാഷണൽ ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അതിൻ്റെ എഫക്റ്റ് ഇവിടെ മാത്രം നിൽക്കില്ല, ലോകത്തെമ്പാടും ഇതിൻ്റെ എഫക്റ്റ് മാറും. അതിന് പുറമെ രണ്ട് രാജ്യങ്ങൾക്കും ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളതാണ്. അത് ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം വേറെ, ഉപയോഗിക്കാൻ സാധ്യതയുള്ളതെന്നുള്ള കാര്യം വേറെ. പക്ഷേ പാകിസ്ഥാൻ കൂടെ ന്യൂക്ലിയർ വെപ്പൺസിനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല, ഈ സീസ് ഫയർ വരുന്നതിന് തലേ ദിവസം പ്രൈം മിനിസ്റ്റർ അവരുടെ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയുടെ ഒരു മീറ്റിംഗ് വരെ കൂടി. അതുകൊണ്ടാണ് ഈ കോൺഫ്ലിക്റ്റ് തുടങ്ങി 7-ാം തീയതി JD വാൻസ് പറഞ്ഞ എന്താണ്, ഇറ്റ് ഈസ് എൻ ഇഷ്യൂ ടു ബി സോർട്ടഡ് ഔട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, വി ഹാവ് നത്തിങ് ടു ഡു എന്ന് പറഞ്ഞാണ് അദ്ദേഹം. പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ എന്താണ്, ഐ തിങ്ക് മോദി നോസ് വാട്ട് ടു ഡു, ഹി വിൽ സോർട്ട് ഇറ്റ് ഔട്ട് എന്നാണ്. അങ്ങനെ പറഞ്ഞവർ തിരിച്ച് അവരുടെ ഇൻട്രസ്റ്റ് ഇതിലേക്ക് കൊണ്ടുവന്ന എന്താണ്, കാരണം അവർക്ക് ഇതിൻ്റെ ഒരു ഔട്ട്കം അവർക്ക് സഹിക്കേണ്ടി വരരുത്. ലോകത്തിൽ പീസ് നിലനിർത്തണം. ഒരു ന്യൂക്ലിയർ വാറിനോ അല്ലെ ഒരു മേജർ വാറിനോ രണ്ടാമത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് എവിടെ നിൽക്കുമെന്ന് എപ്പോൾ നിർത്താൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് അവരിടപെട്ടത്. എവിടെ യുദ്ധം ഉണ്ടായാൽ തന്നെ ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് കാണും. ഇപ്പം നമ്മളുടെ യുദ്ധങ്ങളുടെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ 71 യുദ്ധത്തിനെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു. അതിൽ അമേരിക്ക ഇടപെട്ടു, റഷ്യ ഇടപെട്ടു. നമ്മൾ വേഗം യുദ്ധം നിർത്തിയത് നമ്മളുടെ ഒബ്ജക്റ്റീവ് കഴിഞ്ഞുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഷിംല അഗ്രിമെൻ്റ് കാര്യം പറഞ്ഞിരുന്നു. ഷിംല അഗ്രിമെൻ്റ് ആക്ച്വലി നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വൺ സൈഡഡ് അഗ്രിമെൻറ്റ്. നമ്മളുടെ ഒബ്ജക്റ്റീവ് തീർത്തു. പിന്നെ പാകിസ്ഥാനെ കൂടുതൽ നമ്മൾ നോവിക്കാൻ ആഗ്രഹിച്ചില്ല. കൂടുതൽ അവരെ ട്രബിൾ ചെയ്യാതെ അവരുടെ 93,000 സോൾജേഴ്സിനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരിനി ഇമ്പ്രൂവ് ആവും. ഇനി ഇന്ന് നമ്മുടെ നെയ്ബറായിരിക്കേണ്ടതാണ്, അവരുമായിട്ട് നല്ല റിലേഷൻസ് ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഇതിനകത്ത് ഷിംല അഗ്രിമെൻറ്റ് ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ, അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ പറയുന്നില്ല സമയത്തിൻ്റെ അഭാവം കൊണ്ട്, പക്ഷേ ഒരുപാട് നേടാവുന്നു. ഷിംല അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള എല്ലാ പ്രൊവിഷൻസും പാകിസ്ഥാൻ ഇത് ചെയ്തു, റിജക്റ്റ് ചെയ്ത, ഒഫീഷ്യലി റിജക്റ്റ് ഇല്ല, അതിനെതിരായിട്ട് പോയിട്ടുണ്ട്. UN എവിടെ ഇസ്ലാമിക് OIC-യുടെ മീറ്റിംഗ് കൊണ്ട് അവിടെ എല്ലാം കാശ്മീർ പൊക്കിയിട്ടുണ്ട്. എപ്പോൾ UN-ൻ്റെ മീറ്റിംഗ് കൊണ്ട് അവിടെ എല്ലാം കാശ്മീരിൻ്റെ ഇഷ്യൂ പൊക്കിയിട്ടുണ്ട്. എല്ലായിടത്തും കാശ്മീരിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. വേറെസ് ഷിംല അഗ്രിമെൻറ്റ് ഇസ് ദാറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബയലാറ്ററി തീർക്കണമെന്നാണ്. ഇന്ത്യയുടെ സ്റ്റാൻസ് ഇപ്പോഴും അതാണ്. പക്ഷേ അവരാണ് ഒരു തേർഡ് പാർട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഷിംല അഗ്രിമെൻറ്റിൽ അങ്ങനെ പറഞ്ഞെങ്കിലും ആക്ച്വൽ നടക്കുന്നത് വേറെയാണ്. പിന്നെ വേറൊരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞത് ഈ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ മീറ്റിംഗ് വേണമെന്ന് ഇന്ന് എല്ലാവരും പറഞ്ഞു നടക്കുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ 2-3 ദിവസം യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ നടന്ന ചില സ്പീച്ചസ് വീഡിയോ ക്ലിപ്പായിട്ട് വന്നിട്ടുണ്ട്. അതിൽ കണ്ടവർക്കറിയാം, അവിടെ പാർലമെൻറ്റേറിയൻസ് തന്നെ അവരുടെ മിനിസ്റ്ററിനെയും അവരുടെ ഗവൺമെൻറ്റിനെയും ചീത്ത പറയുകയാണ്. ചിലർ പാകിസ്ഥാൻ ആർമിയെ തന്നെ ചീത്ത പറയുന്നു. അപ്പോൾ ഈ യുദ്ധം അവസാനിക്കാത്ത ഈ സ്റ്റേജിൽ നമ്മൾ പാർലമെൻറ്റിനെ വിളിച്ചിട്ട്
പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിലുള്ള അടി പബ്ലിക്കിനെ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒട്ടും ശരിയല്ല. ഇതെല്ലാം തീർന്നതിന് ശേഷം തീർച്ചയായിട്ടും ഒരു വിലയിരുത്തൽ വേണം. ഓപ്പോസിഷൻ പാർട്ടീസ് അവരുടെ റോള് നിർവഹിക്കണം, റൂളിംഗ് പാർട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്യണം. അതൊക്കെ അത്യാവശ്യ കാര്യങ്ങളാണ്. പിന്നെ ഇന്ത്യയുടെ അഡ്വാൻറ്റേജസ് പൊസിഷൻ, ഡെഫിനറ്റ്ലി ഇന്ത്യ ഈസ് ഇൻ ആൻ അഡ്വാൻറ്റേജസ് പൊസിഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആ അഡ്മിറലും അതുപോലെ തന്നെ എയർ മാർഷലും രണ്ടുപേരും പറഞ്ഞത് വി ഹാവ് ദ കേപ്പബിലിറ്റി, വി വിൽ ഗീവ് എ ബിഫിറ്റിംഗ് ആൻസർ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. നമ്മുടെ ഇപ്പോഴത്തുള്ള മിലിറ്ററി ഡോമിനേഷനും നമ്മളുടെ വെപ്പൺസിൻ്റെ കേപ്പബിലിറ്റിയും പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയെല്ലാം വെച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ യാതൊരു സംശയവും വേണ്ട. പാകിസ്ഥാൻ ഇതിനെതിരായിട്ട് വല്ലതും തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അടിക്കുമെന്ന്. ഇപ്പോഴത്തെ മിലിറ്ററി എയിംസ് നമ്മുടെ ലിമിറ്റഡ് ആയിരുന്നു. അത് ഇത് തുടങ്ങുന്നതിന് മുമ്പ്, യുദ്ധമാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിലും ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഗവൺമെൻറ് വളരെ ക്ലിയർ ആക്കിയാണ്. അതിനീ വലിച്ചു നീട്ടി വേറെ ലെവലിലോട്ട് കൊണ്ടുപോകുന്നത് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ നിർത്തുന്നത്. അതുകൊണ്ടാണ് മിലിറ്ററി ഓപ്പറേഷൻസും അതുപോലെ തന്നെ ഗവൺമെൻറ് ഡയറക്ഷൻസ് മാതിരി മുമ്പോട്ട് പോകുന്നത്. എന്തായാലും വളരെ കൃത്യമായി പറയുകയാണ്. ഈ പറയുന്നത് ഇന്ന് രാത്രി കൂടി ഡ്രോണും കൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ അത് കൊണ്ടിറങ്ങി പോകും എന്ന് കൃത്യമായി തന്നെ പറയുകയായിരുന്നു ആ ഭാഷ അല്ലെങ്കിൽ കൂടി. ശ്രീ പ്രഭാരം പാലേരി, ഒരു 4 പേര് ഇപ്പോഴും കാണാൻ പറയാത്ത നമുക്കറിയില്ല എവിടെയാണ്. ഒന്നുകിൽ അവരെ പിടിച്ചിട്ടുണ്ടാകണം, അത് നമ്മൾ അറിയാതിരിക്കുകയാണ്. ഒന്നുകിൽ അവരെ കൊന്നിട്ടുണ്ടാകണം, അത് നമ്മൾ അറിയാതിരിക്കുകയാണ്. പക്ഷേ അവരെ ആയുധം കൊടുത്ത് വിട്ടവരെ കൊന്നു എന്ന് പറയുമ്പോഴും നേരിട്ട് വന്ന് നമ്മുടെ പാവങ്ങളെ മതം ചോദിച്ച് രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കാവുന്ന ലക്ഷ്യത്തോടു കൂടി അവരെ പോയിന്റ് ബ്ലാങ്കിൽ നിരായുധരെ കൊന്നൊടുക്കിയ ഈ 4 പേർ എവിടെ എന്ന കാര്യം പക്ഷേ രാജ്യത്തിന് അറിയണം സർ. അത് പൊളിറ്റിക്കൽ ചോദ്യമല്ല. അത് ശരിയാണ്. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പാകിസ്ഥാൻ്റെ ലക്ഷ്യം അവർക്ക് ഇന്ത്യ ഒരു രാജ്യം പിടിക്കലോ കശ്മീർ പിടിക്കലോ അല്ല. പാകിസ്ഥാൻ്റെ ലക്ഷ്യം ഒരു പ്രത്യേകതരം വിശ്വാസത്തെ ലക്ഷ്യം വിട്ടുകൊണ്ട് ആ വിശ്വാസത്തെ എന്നേക്കുമായി നിലനിർത്തുക എന്നുള്ളതാണ്. അത് പാകിസ്ഥാന് സാധ്യമല്ല. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ആ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം ഈ യുദ്ധം ചെയ്യുന്നത്. ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ യുദ്ധം ചെയ്യുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ്. ഞാൻ എന്താ പറയാൻ കാരണമെന്ന് വെച്ചാൽ, എൻ്റെ അഭിപ്രായത്തിൽ പാകിസ്ഥാനിലെ സൈനികർ വളരെ നിർഭാഗ്യരാണ്. കാരണം അവർ അവരുടെ രാജ്യത്തിന് വേണ്ടി അല്ല യുദ്ധം ചെയ്യുന്നത്, വേറെ പല കാരണങ്ങൾ കൊണ്ടാണ്. അതിൽ ഏറ്റവും മോശമാണ് ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഞാൻ ഇന്നും കാർഗിൽ യുദ്ധത്തിനെ പറ്റി പറയുന്നത് ആ യുദ്ധം പാകിസ്ഥാൻ പട്ടാളം ചെയ്ത് മരിച്ചു എന്ന് പറയുന്നതൊക്കെ ഒറ്റ വ്യക്തിക്ക് വേണ്ടിയാണെന്നാണ് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനെ തെളിയിക്കുന്ന ആവശ്യം ഇപ്പോൾ വരുന്നില്ല. കാരണം അന്ന് ഞാനും ഓപ്പറേഷൻ ഓഫീസറായിരുന്നു. ഇപ്പോൾ നടക്കുന്ന യുദ്ധവും അതുതന്നെയാണ്. ഇവിടെ പ്രധാനമന്ത്രിക്കൊന്നും കാര്യമായിട്ടുള്ള പവറില്ല. ഇത് പവർ വരുന്നത് കേന്ദ്രീകരിച്ച്, അതായത് വളരെയധികം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കൺട്രോൾ സെൻ്ററാണ്. അവർക്ക് പാകിസ്ഥാൻ അല്ല വേണ്ടത്. പാകിസ്ഥാൻ എന്തിനാണ് നിലനിൽക്കുന്നത്? ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ബിസിനസ് എന്താണ്? പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ പല സന്ദീപിലേക്കോ എനിക്ക് VP-യിലേക്കോ വരാൻ കഴിഞ്ഞതിനോട് രണ്ടുപേരും ക്ഷമിക്കണം. ഇനി അറിയാനുള്ളത്, ഇന്ന് രാത്രിയും പാകിസ്ഥാൻ അവിവേകം അപക്വമായ രീതിയിൽ അവരുടെ കുറേയധികം ഡ്രോണുകളും എടുത്തുകൊണ്ട് വരുമോ എന്നുള്ളതാണ്. എടുത്തുകൊണ്ട് വന്നാൽ അത് വല്ലാത്ത വരവായിരിക്കും എന്ന് മാത്രം ആണ് ഇന്നത്തെ വാർത്താ സമ്മേളനം പറയാൻ കഴിയുക. അതോടൊപ്പം പറയാനുള്ളത്, വിക്രം മിശ്രയുടെ നമ്മൾ നിരന്തരം കേട്ടതാണ് ആ വാർത്താ സമ്മേളനങ്ങൾ. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനൊപ്പം കാര്യങ്ങൾ വിശദീകരിക്കുന്നത് വിക്രം മിശ്രയാണ്. വിക്രം മിശ്രയുടെ എക്സിനും അല്ലാതെയും ഒക്കെ വലിയ സൈബർ ആക്രമണമാണ്. ചതിയൻ, രാജ്യദ്രോഹി, ഗദ്ദർ, ട്രൈറ്റർ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ്. പ്രധാന ആരോപണം നരേന്ദ്രമോദി അറിയാതെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നാണ് ആരോപണം. കുറച്ച് സാമാന്യ ബുദ്ധി കാണിക്കുക എന്നേ അത്തരക്കാരോട് പറയാനുള്ളൂ.